പിണറായി വിജയന്റെ മറ്റൊരു ധാർഷ്ട്യം കൂടി ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. PK ശ്രീമതിയോട് കടക്കൂ പുറത്തു എന്ന് പറഞ്ഞ് AKG സെന്ററിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. അതും ഒരു മുതിർന്ന CPM വനിതാ നേതാവിനെയാണ് ഇത്തരത്തിൽ ഇറക്കി വിട്ടിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇപ്പോഴും തൻ്റെ കാൽക്കീഴിൽ തന്നെയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഒന്ന്, AKG സെന്റർ രണ്ടാമത്തതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും ഉദ്ഘാടനം നിർവഹിച്ചു, ആയിക്കൊള്ളട്ടെ. പക്ഷേ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ എത്രയോ നിര പിന്നിലേക്ക് മാറ്റി നിർത്തി എന്നുള്ളത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും തെളിവാണ്. അങ്ങനെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ വരെ ഒതുക്കി നിർത്തിയിരിക്കുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയെ ഏത് തരത്തിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എത്രത്തോളം നട്ടെല്ല് വളയ്ക്കാം എന്നാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പിണറായി പറയുന്നത് അക്ഷരം പടി അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷ്മണ രേഖയ്ക്കകത്തു മാത്രം നിൽക്കുന്ന ആളായി തീർന്നിരിക്കുകയാണ് സഖാവ് MV ഗോവിന്ദൻ. സഖാവ് എന്നുള്ളത് ആ പേരിന് മുന്നേ തന്നെ നമുക്ക് ചേർക്കാനും മടിയുണ്ട്. അത്രത്തോളം പിണറായിയുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലും 10 വർഷം തികയ്ക്കാൻ പോവുകയാണ്. ആകം നോക്കുമ്പോൾ 25 വർഷത്തിലേക്ക് എത്തുകയാണ് പാർട്ടിയെയും മൊത്തത്തിൽ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിട്ട്. അതായത് 1/4 നൂറ്റാണ്ട്. ഓരോ തരത്തിലും പിണറായി വിജയൻ VS അച്യുതാനന്ദനെ വെട്ടിനിരത്തി തനിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് 15 വർഷം പാർട്ടിയുടെ അമരക്കാരനായിരുന്നത്. പാർട്ടിയെ നന്നായി നിയന്ത്രിച്ചു. ഭരണത്തിലിരുന്ന VS അച്യുതാനന്ദനെ പോലും കയ്യും കാലും കെട്ടിയിട്ടുള്ള ഭരണമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലും പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റി പാർട്ടിക്ക് മേലെ നിൽക്കുന്ന ഒരാളായി തീർന്നിരിക്കുകയാണ് പിണറായി വിജയൻ. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കാണ് അസാധാരണമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നതിന് CPM കേരള ഘടകം തയ്യാറായത്. അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വ്യക്തമാക്കിയത്. ഈ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് മുഖ്യമന്ത്രി അല്ലല്ലോ, പാർട്ടി സെക്രട്ടറി അല്ലേ. പാർട്ടിക്കൊരു സെക്രട്ടറി ഉണ്ടല്ലോ, അത് MV ഗോവിന്ദനാണല്ലോ. ആ MV ഗോവിന്ദന്റെ കഴിവുകേടിനെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ MV ഗോവിന്ദൻ ചെയ്യേണ്ടതായ കാര്യം ഇവിടെ ഇപ്പോൾ പിണറായി വിജയനാണ് അത് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയെ മുഴുവനായിട്ടും കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് സൂചന നൽകിയിരിക്കുകയാണ്. മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇതേ ഇളവ് ലഭിച്ചിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി പറയുകയുണ്ടായി. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിലക്കൊന്നും അറിയിച്ചിരുന്നില്ല എന്ന് ശ്രീമതി മറുപടിയും പറയുന്നുണ്ട്. പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ മറ്റാരും ഒന്നും പറഞ്ഞുമില്ല, പറയാനായിട്ടുള്ള അവസരവും കിട്ടിയില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തില്ല. ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ AK ബാലനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിഗണനയിലാണ്
PK ശ്രീമതിക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകിയത്. കേരളത്തില് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേക ചുമതല ഏൽപ്പിക്കാറുണ്ട്. ശ്രീമതിക്ക് അത്തരം ഒരു ചുമതലയും നൽകേണ്ടെന്നാണ് തീരുമാനം. യഥാർത്ഥത്തില് പിണറായി സംഘടനാ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ PK ശ്രീമതിക്ക് ഇത്രയും മുതിർന്ന ഒരു CPM നേതാവാകുമ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കമ്മിറ്റിയിൽ പങ്കെടുക്കണം, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ PK ശ്രീമതി അതിൽ പങ്കെടുക്കാൻ എത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അത് PK ശ്രീമതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കാര്യവുമില്ല. അങ്ങനെ അവിടെ എത്തിയ PK ശ്രീമതിയെ മുഖ്യമന്ത്രി എന്തിനാണ് ഇക്കാര്യത്തിൽ തടയുന്നത്? ഈ വക കാര്യങ്ങൾ നോക്കുന്നതിനാണല്ലോ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? CPM-ലെ ഏകഛത്രാധിപതിയാണ് പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ആ ഏകഛത്രാധിപതിയുടെ സ്വരമെന്ന് പറയുന്നത് കടുത്ത ധാർഷ്ട്യത്തിന്റെ സ്വരമാണ്. ഒരിക്കൽ നമുക്കറിയാം, മാധ്യമങ്ങളെ മുഴുവൻ ഇറക്കി വിട്ടത് കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്. ഇവിടെ കടക്കൂ പുറത്തെന്ന് മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടെ ഇരിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെയുള്ള തരത്തിൽ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഹുങ്ക് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 2021 മുതലാണ് ഈ ധാർഷ്ട്യം കൂടുതലായിട്ട് പ്രകടിപ്പിച്ചു തുടങ്ങിയത്. 2016 അധികാരത്തിൽ വരുന്നതിന് എല്ലാവരുടെയും പിന്തുണയും ഒക്കെ വേണം. പതുക്കെ പതുക്കെയാണ് അദ്ദേഹം ഈ പാർട്ടിയെ മുഴുവൻ കീഴടക്കി തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നത്. തുടർന്ന് 2016 അധികാരം നേടി. 2011 വേണമെങ്കിൽ അധികാരത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ അങ്ങനെ CPM ജയിച്ചു കയറി വന്നാൽ VS ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകും എന്നുള്ള കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു. അതിൽ ഭയന്നാണ് പിണറായി വിജയൻ പാർട്ടിയെ അന്ന് തോൽപ്പിച്ചത്. മുഖ്യമന്ത്രി ആയിട്ട് പിന്നീട് UDF-ൽ നിന്ന് ഉമ്മൻചാണ്ടി വരുന്നു. വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് നിന്നിരുന്നത്. അങ്ങനെ ആ മന്ത്രിസഭ 5 വർഷം മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് 2016 അധികാരത്തിൽ വന്നു. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകരും അണികളും സാധാരണ ജനങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. 2021 മറ്റു ചില പ്രതികൂല സാഹചര്യങ്ങളാണല്ലോ എവിടെയും ഉണ്ടായത്, ലോകം മുഴുവൻ. അതിൻ്റെയൊക്കെ ഒരു ദുരന്തങ്ങളെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് 2021 അധികാരത്തിൽ വന്ന് അങ്ങനെ തൻ്റെ ധാർഷ്ട്യം ഒന്നുകൂടെ കൂട്ടുകയും പാർട്ടിയെ മുഴുവൻ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തുകൊണ്ട് ആ ജൈത്രയാത്ര അങ്ങനെ തുടരുകയാണ്. ഇനി 26-ലും ആരെയൊക്കെ വെട്ടിനിരത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.